ഹലോ ഫ്രണ്ട്സ്, ഷീബാസ് കാറ്റലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാമ്പാടിക്കടുത്തുള്ള ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലാണ്. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് തീർച്ചയായും വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. വളരെ വിപുലമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഒരു സ്ഥാപനം ഇത്ര ഭംഗിയായി കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഫാദർ കുറിയക്കോസ് കടവുഭാഗം അച്ഛനാണ്. നമുക്ക് തീർച്ചയായിട്ടും അച്ഛനെയും ഒന്ന് പരിചയപ്പെടാം, ഈ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെയും ഒന്ന് കണ്ടുവരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഇതൊരു ഇയർലി ഇന്റർവെൻഷൻ സെന്റർ ആണ്. ഏതാണ്ടൊരു 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ ഒരു സ്കൂളായിട്ട് ആരംഭിച്ചു. അതിനുശേഷം തെറാപ്പി സെന്റർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു തെറാപ്പിയാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മെയിനായിട്ട് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് തെറാപ്പികളെല്ലാം. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾക്ക് തെറാപ്പികൾ കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു സങ്കടപ്പെടുത്തിയൊരു കാര്യം. അതുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്കും സാമ്പത്തിക ഒരു പ്രശ്നമല്ല, തെറാപ്പികൾ കിട്ടിയിരിക്കണം. അതിനുവേണ്ടിയാണ് ഏറ്റവും മികച്ച സംവിധാനങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ USA വേർജ് ലേണിംഗുമായിട്ട് സഹകരിച്ച് നമ്മൾ ഇവിടെ തെറാപ്പികൾ കൊടുത്തു വരുന്നത്. ഇവിടെ നമുക്ക് സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സൈക്കോ തെറാപ്പി, ഡെവലപ്മെന്റൽ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്, IQ ടെസ്റ്റ്, എല്ലാം കുട്ടികൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഒരു കുടക്കീഴിൽ എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പൊ നമ്മൾ ഇതിവിടെ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് ഗുരുപ്രിയ. ഞാൻ ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ സോഷ്യൽ വർക്കറാണ്. കുട്ടികളിലെ ശാരീരിക വളർച്ച പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാനസിക വളർച്ചയും. അതിലെന്തെങ്കിലും ഡിലേസോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ അത് എത്രയും നേരത്തെ തന്നെ അഡ്രസ്സ് ചെയ്ത് അതിന് വേണ്ട ഇൻ്റർവെൻഷൻ എടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ബ്ലോസം വാലി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ മെയിനായിട്ട് 4 തെറാപ്പീസുകളാണ് കൊടുക്കുന്നത്. ബിഹേവിയർ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ഓക്യുപേഷണൽ തെറാപ്പി. നമുക്ക് ഈ തെറാപ്പികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയാം. കുട്ടികളിലെ വൈകല്യപരമായ പ്രശ്നങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തെ അവരെ പ്രാപ്തരാക്കിയാണ് ഒരു ഓക്യുപേഷൻ തെറാപ്പിസ്റ്റിന്റെ പ്രധാനമായ ദൗത്യം.
അപ്പോൾ മെയിനായിട്ട് ഇവിടെ വരുന്നോണ്ടിരിക്കുന്നത് ഓട്ടിസ്റ്റിക് അങ്ങനെ ആയിട്ടുള്ള പിള്ളേരാണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ കുറച്ചുകൂടി ഹൈപ്പറും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും മെയിനായിട്ട്. അപ്പം നമ്മൾ ആദ്യം അവരെ കാമാക്കുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത ആക്ടിവിറ്റിയും കാര്യങ്ങളിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് ന്യൂട്രാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് കൊടുക്കുന്നത്. അവരെ ഒന്ന് കാമാക്കിയിട്ട് അടുത്തതിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. ഒരു 20 മിനിറ്റ് ആയിരിക്കും ന്യൂട്രാമും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സെൻസർ റൂം കുട്ടികൾ മെയിനായിട്ട് കാണുന്നതാണ് സെൻസറി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഓട്ടിസ്റ്റിക് പിള്ളേർക്ക്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നതാണ് അവർക്ക് വിഷ്വൽ സിക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളപ്പം അവർക്ക് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ. ഒരു സൈഡിലേക്ക് നോക്കിയിരിക്കുക, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നതാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ. Myself Agnes Joseph. I am graduate in Master's degree in Speech Language Pathology. Currently I am working at Blossom Valley Child Development Center. ഇപ്പോൾ പേരൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് കുട്ടികൾ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ കാണുന്നതെന്ന്. അതിന് മെയിൻ ഫാക്ടറാണ് സ്ക്രീൻ എക്സ്പോഷർ. നമ്മൾ മാക്സിമം സ്ക്രീൻ എക്സ്പോഷർ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. പിന്നെ മൈൽ സ്റ്റോൺസ്, അതിൽ സ്പീച്ച് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് പിള്ളേരിൽ ഏജ് അഡ്യൂക്കേറ്റ് ആണോ എന്ന് പേരൻസ് ശ്രദ്ധിക്കുക. പിന്നെ നോർമലായിട്ട് കുട്ടികൾ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഇയറിലായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ 1 ഇയർ ആയിട്ടും ഫസ്റ്റ് വേർഡ് പറയാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ മാക്സിമം നമ്മൾ ഡിലേ ആക്കുക. നല്ലൊരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്പീച്ച് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. താങ്ക് യു. ഹായ്, മൈ നെയിം ഇസ് സൂസൻ. ഞാൻ ഇവിടെ ബിഹേവിയറൽ തെറപ്പിസ്റ്റാണ്. ബിഹേവിയറൽ തെറപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ടെക്നിക്സ് ആണ്. അതിൽ നമ്മൾ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അഡാപ്റ്റീവായിട്ടുള്ള നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു തെറപ്പിക് മെത്തേഡാണ് ബിഹേവിയറൽ തെറപ്പി. നമുക്കിവിടെ ഒരുപാട് ഡൈവേർജൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ വരുന്നത്. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളുണ്ട്, ADHD, ലേണിംഗ് ഡിസബിലിറ്റി മുതലായ കുഞ്ഞുങ്ങൾ നമ്മളുടെ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ഓരോ അവർ കാണിക്കുന്ന മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് നോട്ടീസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ഗോൾസ് പ്ലാൻ ചെയ്ത് ഓരോ മാലഡാപ്റ്റീവ് ബിഹേവിയറിന് നമ്മൾ തെറപ്പി ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ബിഹേവിയറൽ തെറപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിടിച്ചേ ഇമാ, പിടിച്ചേ ഇമാ, വച്ചേ വച്ചേ വച്ചേ. Good girl. ഇമാ, പിടിച്ചേ പിടിച്ചേ വച്ചേ വച്ചേ. Yes, good girl, good girl. Yes, look. Hi, Ima, 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 Ima. Hi. Hi, 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 hi. Hi, 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 hi. Hi, 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 hi. Hi. ഞാൻ അഞ്ജലി രാജൻ, ഇവിടുത്തെ ബിഹേവിയറൽ തെറാപ്പി എടുക്കുന്ന സൈക്കോളജിസ്റ്റാണ്. നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്നത് ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയാണ്. ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പേര് വിളിച്ചാൽ നോക്കില്ല, നമുക്ക് ഐ കോണ്ടാക്റ്റ് തരത്തില്ല, നമ്മുടെ കമാൻഡ്സ് ഫോളോ ചെയ്യത്തില്ല. അത്തരത്തിലുള്ള കുറച്ച് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്. നമ്മളതാണ് ആദ്യമായിട്ട് ഗോളായിട്ട് ചെയ്യുന്നത്.
അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ്. ഇവിടെ ബിഹേവിയർ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അമിതമായിട്ടുള്ള വാശി, നിരാശ, പേര് വിളിച്ചാൽ നോക്കാതിരിക്കുക, അറ്റൻഷൻ ഇല്ലായ്മ, അത്തരത്തിലുള്ള അനേക ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ ഇത്തരത്തിലുള്ള ഗോൾസൊക്കെ അറ്റൈൻ ചെയ്തെടുക്കുന്നത്. ഇവിടെ നോക്കിക്കേ. ആ റെഡ് വെച്ചേ എവിടെയാ വെക്കുന്നേ? റെഡ് വെച്ചേ. യെസ്, ഗുഡ് ബോയ്. അടുത്ത ഗ്രീൻ എടുത്തേ. ഗ്രീൻ എടുത്തേ. ഗ്രീൻ വെച്ചേ. യെസ്, ഗുഡ് ബോയ്. അടുത്തത് ബ്ലൂ എടുത്തേ. ബ്ലൂ എടുത്തേ. ബ്ലൂ വെച്ചേ. ഗുഡ് ബോയ്. അടുത്തത് യെല്ലോ എടുത്തേ. യെല്ലോ വെച്ചേ. യെസ്, ഗുഡ് ബോയ്. ഓക്കെ, എൻ്റെ പേര് കാർത്തിക രാജേന്ദ്രൻ. ഞാൻ ഇവിടുത്തെ ബിഹേവിയർ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമാണ്. നമ്മളിവിടെ മെയിൻലി ആയിട്ട് ബിഹേവിയർ തെറാപ്പിയിൽ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ അഡാപ്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ അറ്റൻഷൻ ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഐ കോണ്ടാക്ട്, നെയിം കോൾ റെസ്പോൺസ്, അതുപോലെ തന്നെ പിള്ളേരിലുള്ള ഉണ്ടാകുന്ന വാശി, ദേഷ്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മെയിനായിട്ട് ഓട്ടിസം ആയിട്ടുള്ള പിള്ളേരും ADHD ആയിട്ടുള്ള പിള്ളേരും ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയ മുതലായ ഉള്ള പിള്ളേർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ, ഓട്ടിസം ഇന്ന് സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഓട്ടിസം ഒരു രോഗമല്ല, അത് തലച്ചോറിന്റെ ഒരു വ്യത്യസ്തതയാണ്. അതുകൊണ്ട് ഇത് ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞാൽ ഈ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. അത് ചെറുപ്പത്തിൽ കണ്ടുപിടിച്ച്, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി, സ്പീച്ച് ഡിലേ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കുട്ടികളുടെ കൂടെ കളിക്കാതിരിക്കുക, ആരുടെയും കൂടെ കൂടാതിരുന്ന് തന്നെ ഇരിക്കുക, തന്നെ കളിക്കുക, ഒരു സ്ഥാനത്തെ മാത്രം നോക്കിയിരിക്കുക, ഇങ്ങനെയുള്ള കുട്ടികളിലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ വൈകുന്ന സംസാരം, അതുപോലെ ഡെവലപ്മെന്റൽ ഡിലേ, ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ അത് നമുക്കൊരു പരിധി വരെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ സ്ക്രീൻ ടൈം, അതിന്ന് വെർച്വൽ ഓട്ടിസം, ഒത്തിരി കുട്ടികൾ വെർച്വൽ ഓട്ടിസവുമായിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് സ്ക്രീൻ ടൈം തന്നെയാണ്. ജന്ന 2 നോക്കി എടുത്തു വെച്ചേ. 2 ഗുഡ് ഗേൾ. ജനക്ക് ചേച്ചി സ്റ്റാർ തരട്ടെ. ഹായ് സൂപ്പർ, ഗുഡ് ഗേൾ. ഹൈ ഫൈവ്. ഞാൻ മെറീന മാത്യു, ബ്ലോസം വാലി ഏർലി ഇന്റർവെൻഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സുപരിചിതമായ ഒരു വാക്കാണ് ലേണിംഗ് ഡിസബിലിറ്റി. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന വൈകല്യം? ശരാശരിയോ അതിൽ കൂടുതലോ IQ ലെവൽ ഉണ്ടായിരുന്നിട്ടും സമപ്രായക്കാരോടൊപ്പം പഠനത്തിൽ എത്തിച്ചേരാൻ സാധിക്കാത്തതിനെയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നുകൊണ്ട് പറയുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം എന്നിവയിൽ ഉൾപ്പെടുന്ന കുട്ടികളെ അവരുടെ കഴിവുകളും മികവുകളും തിരിച്ചറിഞ്ഞ് സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും സമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിക്കുവാനും ദൈനംദിന ജീവിതത്തിൽ അവർ സ്വയം പര്യാപ്തതയോടെ മുന്നേറുവാനും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ സഹായിക്കുന്നു.
എൻ്റെ പേര് നിവേജ വിനോദ്. ഞാനിവിടെ അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്കൊരു എൻക്വയറി വന്ന് അവർ അസസ്മെൻറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്തതിന് ശേഷം അഡ്മിഷൻ പ്രൊസീജിയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ ഷെഡ്യൂൾ ചെയ്യുക, അവരുടെ വീക്ക്ലി ഷെഡ്യൂൾ, മന്ത്ലി ഷെഡ്യൂൾ ചെയ്ത് അവർക്ക് തെറപ്പിസ്റ്റിനെ അലോട്ട് ചെയ്ത് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻ്റെ ഡ്യൂട്ടി. പിന്നെ അവരുടെ ഫീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ തെറപ്പി സംബന്ധമായിട്ടുള്ള ഏതൊക്കെ ഷെഡ്യൂൾ, ഏതൊക്കെ തെറപ്പീസ് വേണം, ഏതൊക്കെ ടൈമിലാണ് അവർക്ക് ക്ലാസ്സസ് ലഭിക്കേണ്ടത് എന്നുള്ളതെല്ലാമാണ് ഞാനിവിടെ ചെയ്യുന്നത്. പണ്ടൊക്കെ എൻ്റെ ഒരു ചെറുപ്പത്തിലാണെങ്കിൽ സാറ്റ് കളിക്കുക, കഞ്ഞിയും കറിയും കളിക്കുക, പിള്ളേരുടെ കൂടെ ഊഞ്ഞാലാടുക, അമ്മയുടെ വീട്ടിൽ പോവുക, വല്യപ്പച്ചൻ്റെയും വല്യമ്മയുടെ കൂടെ ഇരിക്കുക, പാട്ട് കേൾക്കുക, കഥ കേൾക്കുക, ഇതൊന്നും ഇല്ല. ഇന്ന് നമ്മൾ മൊബൈൽ കൊടുത്ത് അല്ലെ TV കൊടുത്ത് പിള്ളേരെ അങ്ങനെ അങ്ങ് മാറ്റിയിരുത്തിയിരിക്കുകയാണ്. അത് ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. താൽക്കാലികമായ ഒരു സന്തോഷത്തിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന വലിയ ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതിനുള്ള ഡയഗ്നോസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കുട്ടികൾക്ക് എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊരു ഡെവലപ്മെന്റ് ഡിലേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരിക. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾ തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ.